ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ആൻഡ് ആൻസർ. ഹിയർ ഈസ് എ സ്റ്റോറി ഫോർ യു. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? റീഡ് ആൻഡ് ആൻസർ അല്ലേ, വായിക്കാം, ഉത്തരം എഴുതാം അല്ലേ. ഹിയർ ഈസ് എ സ്റ്റോറി ഫോർ യു. ഇവിടെ നിങ്ങൾക്കായിട്ടൊരു സ്റ്റോറി നൽകിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വൺ ഡേ ഡിക്കി ദ ഡോഗ് വാസ് ഓൺ ഹിസ് വേ ഹോം ഹോൾഡിങ് എ ബോൺ ഇൻ ഹിസ് മൗത്ത്. എന്താണ്? ഒരു ദിവസം ഡിക്കി എന്ന നായ അവൻ്റെ വായയിൽ എന്താണ് ഒരു ബോൺ പിടിച്ചിങ്ങനെ, ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലല്ലേ. എല്ലും കഷ്ണവും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഹി ഹാഡ് ടു ക്രോസ് എ റിവർ. അവൻ എന്താണ് കൂട്ടുകാരെ? ഒരു റിവർ ക്രോസ് ചെയ്ത് പോകേണ്ടതുണ്ടായിരുന്നു. ഹി സ്റ്റെപ്ഡ് ഓൺ ടു ദ ബ്രിഡ്ജ്. അവൻ എന്ത് ചെയ്തു? ബ്രിഡ്ജിലേക്ക് കയറി. ഹി ലുക്ക്ഡ് ഡൗൺ ഇൻ ടു ദ വാട്ടർ ആൻഡ് ഹി സോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ. അവൻ എന്താണ്? ഹി ലുക്ക്ഡ് ഡൗൺ ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിനടിയിലേക്ക് നോക്കി. ആൻഡ് സോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുകയല്ലേ. അപ്പോൾ സോ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു. അവൻ എന്താ കൂട്ടുകാരെ കണ്ടത്? യെസ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ, അവൻ്റെ റിഫ്ലക്ഷൻ അല്ലേ, അവൻ്റെ പ്രതിബിംബം അവൻ ആ വെള്ളത്തിൽ കണ്ടു. ഹി തോട്ട് ഇറ്റ് വാസ് എൻ അനദർ ഡോഗ് വിത്ത് അനദർ ബോൺ. അപ്പോൾ അവൻ എന്താ ചിന്തിച്ചത്? ഹി തോട്ട് ഇറ്റ് വാസ് അനദർ ഡോഗ് വിത്ത് അനദർ ബോൺ. മറ്റൊരു ഡോഗ് മറ്റൊരു ബോണുമായിട്ട് എല്ലും കഷ്ണവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് അവൻ ചിന്തിച്ചു. ഡിക്കി ഗോഡ് ആംഗ്രി ആൻഡ് ബാർക്ക് അറ്റ് ഇറ്റ്. എന്താണ്? ഡിക്കിക്ക് ദേഷ്യം വന്നു അല്ലേ. ഡിക്കി ഗോഡ് ആംഗ്രി ആൻഡ് ബാർക്ക്ഡ് അറ്റ് ഇറ്റ്. ഡിക്കി എന്ത് ചെയ്തു? അതിന് നേരെ കുരച്ചു ചാടി. ആസ് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ദ ബോൺ ഡ്രോപ്ഡ് ഇൻ ടു ദ വാട്ടർ. അവൻ എന്താണ്? അവൻ വായ തുറന്നതോടുകൂടി അവൻ്റെ വായയിലുണ്ടായിരുന്ന ബോൺ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് വീണുപോയി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർക്കൊക്കെ അറിയാവുന്നൊരു കഥ തന്നെയാണല്ലേ ഇത്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. Now answer the following questions. What was Dicky holding his mouth? എന്തായിരുന്നു ഡിക്കി അവൻ്റെ വായിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ്? എ ചിക്ക്, എ ബോൺ, എ ടോയ്. ഒരു കോഴിക്കുട്ടി, അതുപോലെ തന്നെ ഒരു ബോണ്, ഒരു ടോയ്. എന്തായിരുന്നു കൂട്ടുകാരെ? യെസ്, നമുക്കറിയാം എന്താണ്? എ ബോൺ ആണല്ലേ. ഒരു എല്ലിൻ കഷ്ണമായിരുന്നല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഹിസ് വേ ഡിക്കി ഹാഡ് ടു ക്രോസ് എ ഡാഷ്. അവൻ എന്താണ് മുറിച്ച് കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്? റിവർ ഫീൽഡ് റോഡ്. ഇതിലേതായിരിക്കും? അതെ, റിവർ ഫീൽഡ് ആണല്ലേ ആൻസർ എന്താണ്? റിവർ ഫീൽഡ്. ഓക്കെ, ദെൻ വാട്ട് ഡിഡ് ഡിക്കി സീ ഇൻ ദ വാട്ടർ. എന്താണ് ഡിക്കി വെള്ളത്തിൽ കണ്ടത്? എ ഫിഷ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ, എ മൂവിങ് ബോട്ട്. എന്താണ് കൂട്ടുകാരെ അവൻ കണ്ടത്? യെസ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ ആണല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കാം. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് ഫെൽ ഡൗൺ ഫ്രം ദ സ്റ്റോറി. എന്താണ്? താഴെ വീണു എന്നതർത്ഥം വരുന്ന വേർഡ് ഇതിൽ നിന്ന് നിങ്ങളോട് പിക്ക് ഔട്ട് ചെയ്ത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? യെസ്, കുരച്ചു. ഡ്രോപ്പ്ഡ്, യെസ്, വീണു. ഓപ്പൺഡ്, യെസ്, തുറന്നു. അപ്പോൾ ഏതായിരിക്കും ഇതിൽ മീൻ വരുന്നത്? യെസ്, ഫെൽ ഡൗൺ എന്ന മീനിങ് വരുന്നത്? അതെ, ഡ്രോപ്പ്ഡ് അല്ലേ. ആൻസർ എന്താണ്? ഡ്രോപ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ദ ഫൂളിഷ് ഡോഗ് എന്ന് എഴുതാം. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 2, എ ന്യൂ ഹൗസ്. എന്താണ്? ഒരു പുതിയ വീടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. അബിൻ ആസ് ദ മാജിക് റിംഗ് ടു ബിൽഡ് എ ന്യൂ ഹൗസ് ഫോർ ഹിം. അബിൻ്റെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? അബിൻ എന്താണ്? അബിൻ ആസ് ദ മാജിക് റിങ്ങിനോട് അബിൻ ചോദിക്കുകയാണ് ടു ബിൽഡ് എ ന്യൂ ഹൗസ് ഫോർ ഹിം. അവന് വേണ്ടിയിട്ടൊരു പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. ഹിയർ ആർ ദ റൂംസ് ഓഫ് അബിൻസ് ഹൗസ്. ഇതൊക്കെയാണ് അബിൻ്റെ ഹൗസിൻ്റെ റൂംസ് എന്ന് പറയുകയാണ്. ഐഡൻറ്റിഫൈ ദ റൂംസ് ഫ്രം ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ പസിൽ. നമുക്ക് കുറേ റൂംസിൻ്റെ പിക്ചേഴ്സ് ഇവിടെ നൽകുന്നുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൂട്ടുകാരൻ എന്ത് ചെയ്യണം? ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കൂ. യെസ്, ബെഡ്റൂം ഉണ്ട്, കിച്ചൺ, ഡൈനിങ് റൂം, ടോയ്ലറ്റ്. ദെൻ എന്താണ്? യെസ്, ഹോള്. ഇതൊക്കെ നൽകിയിട്ടുണ്ടല്ലേ. റീഡിങ് റൂം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? യെസ്, ബെഡ്റൂമാണ്. ദെൻ സെക്കൻഡ് ഡൈനിങ് റൂം. ഓക്കെ,
ദെൻ തേർഡ് എന്താണ്? യെസ്, കിച്ചൺ ആണ്. ദെൻ 4 റീഡിംഗ് റൂം. ദെൻ 5 യെസ് ടോയ്ലറ്റ്. ദെൻ നോക്കൂ 6 ഹോൾ അല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. എളുപ്പമല്ലേ? പിക്ചേഴ്സൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. എക്രോസ് നൽകിയിട്ടുണ്ട്, ഡൗണും നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 3 ഡിസ്ക്രൈബ് ദ പിക്ചർ. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ചിത്രം വിവരിക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ഡു യു റിമെമ്പർ ദ 3 ബട്ടർഫ്ലൈസ് റെഡ്, യെല്ലോ ആൻഡ് വൈറ്റ്? കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കളേഴ്സാണ് ബട്ടർഫ്ലൈസ്? യെസ്, റെഡ്, യെല്ലോ ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈസ്. വൈൽ ദേ വർ പ്ലേയിങ് ഇൻ എ ഗാർഡൻ. അവരെന്താണ്? കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഇറ്റ് സഡൻലി ഗ്രൂ ഡാർക്ക്. എന്തായി പെട്ടെന്ന് സംഭവിച്ചത്? ആകെ ഇരുട്ടായി. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. നൗ ഡിസ്ക്രൈബ് ദ പിക്ചർ ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ഈ പിക്ചർ നിങ്ങളുടേതായ വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഇത് എന്തിൻ്റെ ചിത്രമാണ് കൂട്ടുകാരെ? യെസ്, ഇതൊരു ഗാർഡൻ്റെ ചിത്രമാണല്ലേ. സോ നമുക്ക് ഫസ്റ്റ് എഴുതാം ദിസ് ഈസ് എ ഗാർഡൻ. ദെൻ നമുക്ക് അവിടെ എന്തൊക്കെ കാണാനുണ്ട്? ബട്ടർഫ്ലൈസിനെ കാണാനുണ്ട് അല്ലേ. എത്ര ബട്ടർഫ്ലൈസ് ആണുള്ളത്? യെസ്, നമുക്കറിയാം 3 ബട്ടർഫ്ലൈസ് അല്ലേ. സോ നമുക്ക് എവിടെ എഴുതാം? ദർ ആർ 3 ബട്ടർഫ്ലൈസ്. ദെൻ ചിത്രത്തിൽ നമുക്ക് മഴ പെയ്യുന്നതും കാണാനുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, ഇറ്റ് ഈസ് റെയിനിങ്. ദെൻ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കോൾഡ് വിൻഡ് ഈസ് ബ്ലോയിങ്. ദെൻ ബട്ടർഫ്ലൈ സ്റ്റോപ്പ് പ്ലേയിങ്. ബട്ടർഫ്ലൈസ് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി നോക്കുമ്പോൾ എന്താണ്? കളി നിർത്തി. ദേ ആർ ട്രൈയിങ് ടു ഫൈൻഡ് എ ഷെൽട്ടർ. അവർ എന്താണ്? ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഷെൽട്ടർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് എവേ. പക്ഷികളൊക്കെ എന്താണ്? പറന്നു പോയി. ട്രീസ് ആർ സ്വേയിങ് ഇൻ ദ വിൻഡ്. കാറ്റിൽ എന്താണ്? ട്രീസൊക്കെ എന്താണ്? ആടുന്നുണ്ടല്ലേ. ദ സൺ ഈസ് ലുക്കിംഗ് ദ ബട്ടർഫ്ലൈസ് ബിഹൈൻഡ് ദ ക്ലൗഡ്. ക്ലൗഡിന് പുറകിൽ നിന്ന് എന്താണ്? സൺ എന്താണ്? എത്തി നോക്കുന്നുണ്ട്. കളർഫുൾ ഫ്ലവേഴ്സ് ആർ ഡാൻസിങ് ഇൻ ദ റെയിൻ. കളർഫുൾ ഫ്ലവേഴ്സ്, ഭംഗിയുള്ള വർണ്ണാഭമായ പൂക്കൾ എന്താണ്? മഴയത്ത് ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. കൂട്ടുകാരുടേതായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 തോട്ട്സ് ഓഫ് ദ എൽഫ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എൽഫിൻ്റെ തോട്ട്സുകൾ അല്ലേ, എൽഫിൻ്റെ ചിന്തകൾ. ഇറ്റ്സ് ടൈം ഫോർ എൽഫ് ടു ലീവ് അലീന. എന്താണ്? അലീനയെ വിട്ടുപിരിയാനുള്ള സമയമായി. ഹി റിമെമ്പർ ദ ഡേയ്സ് ഹി ലീവ്ഡ് വിത്ത് ഹെർ. അവനെന്താണ്? അവളോടൊപ്പമുള്ള ദിവസങ്ങൾ ഓർമ്മിക്കുകയാണ്. നൗ റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ എൽഫ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എൽഫിൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും എൽഫ് ചിന്തിച്ചിട്ടുണ്ടാവുക? യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. എന്താണ്? ഞാനിവിടെ നിന്നും പോകേണ്ടതായിട്ടുള്ള സമയമായി. ഐ വിൽ ഓൾവേസ് റിമെമ്പർ അലീന. ഞാൻ എല്ലായ്പ്പോഴും അലീനയെ ഓർമ്മിക്കും. ഷീ സേവ്ഡ് മീ ഫ്രം ദ ക്യാറ്റ്. അവളാണ് എന്നെ ക്യാറ്റിൽ നിന്നും രക്ഷിച്ചത്. ഷീ വിൽ ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ്, ഐ ആം ഷുവർ. അവൾക്ക് നല്ല മാർക്ക് ലഭിക്കും, എനിക്ക് ഉറപ്പാണ്. അലീന വർക്ക്ഡ് എ ലോട്ട്. അലീന ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഷീ നീഡ് മീ എനി മോർ. ഷീ ക്യാൻ ഡു വണ്ടേഴ്സ് ബൈ ഹാർഡ് വർക്ക്. അവൾക്ക് എന്താണ്? അവളുടെ ഹാർഡ് വർക്കിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എൽഫിൻ്റെ തോട്ട്സ് എഴുതാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാരും എഴുതി നോക്കുമല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 ആഡ് ലൈൻസ് ടു ദി സോങ്. എന്താണ്? ഈ സോങ്ങിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ്. സറോ ലവ്സ് ബേർഡ്സ് വെരി മച്ച്. സറോ എന്താണ്? വളരെയധികം ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. ഹി വാണ്ട്സ് ടു മേക്ക് ബേർഡ്സ് ഹിസ് ഫ്രണ്ട്. അവനെന്താണ്? ബേർഡ്സിനെ അവൻ്റെ കൂട്ടുകാരാക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. ഹി മെയ്ഡ് എ ബ്യൂട്ടിഫുൾ കേജ്. അവൻ എന്ത് ചെയ്തു? മനോഹരമായൊരു കൂടുണ്ടാക്കി. ഹി ഇൻവൈറ്റഡ് ദ ബേർഡ്സ് ഇൻ ടു ദ കേജ് സിംഗിങ് എ സോങ്. അവൻ എങ്ങനെയാണ് ബേർഡ്സിനെ ഇൻവൈറ്റ് ചെയ്തത്? ഒരു പാട്ട് പാടിക്കൊണ്ടാണല്ലേ. ആ പാട്ടാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിയർ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, വെൽക്കം ടു മൈ കേജ്. എന്താണ്? പ്രിയ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, പച്ച നിറത്തിലുള്ള തത്തെ, വെൽക്കം ടു മൈ കേജ്. എൻ്റെ കേജിലേക്ക്, എൻ്റെ കൂട്ടിലേക്ക് നിനക്ക് സ്വാഗതം. ഐ വിൽ ഗിവ് യു ഫ്രൂട്ട്സ് ടു ഈറ്റ്. ഞാൻ നിനക്ക് കഴിക്കാൻ എന്ത് തരാം? ഫ്രൂട്ട്സ് ടു, പഴങ്ങൾ തരാം.
ഐ വിൽ ടോക്ക് വിത്ത് യു, ഞാൻ നിന്നോട് സംസാരിക്കാം. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ എന്ത് ചെയ്യണം? ഈ പോയത്തിന് ഈ സോങ്ങിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. ഓക്കെ, നമുക്ക് എഴുതാം. യു മേ യൂസ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബോക്സ്. നമുക്കിവിടെ ബോക്സിൽ കുറച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഹിൻസ് ആണ് നൽകിയിട്ടുള്ളത്? മൈന, ഡോഗ്, കുക്കു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എങ്ങനെ എഴുതാം? ഡിയർ ഡോഗ്, ലവ്ലി ഡോഗ്, വെൽക്കം ടു മൈ കേജ്, ഐ വിൽ ഗിവ് യു ഗ്രെയിൻ ടു ഈറ്റ്, ഐ വിൽ ഡാൻസ് വിത്ത് യു. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ കവിതയ്ക്ക്, ഈ സോങ്ങിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 6 നോക്കിയാലോ. കോൺവെർസേഷൻ ആണല്ലേ. ഗംബ്ലി ഗംബ്ലി ബെയർ കുഡിൻറ്റ് ബ്രേക്ക് ദ ലിറ്റിൽ ക്ലേ ഹൗട്ട്. എന്താണ്? ഗംബ്ലി ഗംബ്ലി ബെയറിന് എന്താണ്? ലിറ്റിൽ ഹട്ട് എന്താണ്? ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഹി വെൻറ്റ് ബാക്ക് ടു ദ ഫോറസ്റ്റ്. അവൻ എന്ത് ചെയ്തു? കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. നെക്സ്റ്റ് ഡേ ട്രങ്കി എലിഫൻറ്റ്, എ ന്യൂസ് റിപ്പോർട്ടർ ഓഫ് ദ ജംഗിൾ ടൈംസ് വെൻറ്റ് ടു ദ ക്ലേ ഹൗട്ട്. എന്താണ്? അടുത്ത ദിവസം ട്രങ്കി എലിഫൻറ്റ് എന്താണ്? പേരുള്ളൊരു എലിഫൻറ്റ് എന്താണ്? ന്യൂസ് റിപ്പോർട്ടറാണല്ലേ. ഓഫ് ദ ജംഗിൾ ടൈംസ് വെൻറ്റ് ടു ദ ക്ലേ ഹൗട്ടിലേക്ക് പോയി. ഹി ആസ്ക്ഡ് ഹൗളി പ്രൗളി വോൾഫ് അബൌട്ട് ദ തിങ്സ് ഹാപ്പൻ ദ പ്രീവിയസ് ഡേ. ഹി ആസ്ക്ഡ് ഹൗളി പ്രൗളി വോൾഫിനോട് എന്ത് ചോദിക്കുകയാണ്? അബൌട്ട് ദ തിങ്സ് ഹാപ്പൻ ദ പ്രീവിയസ് ഡേ, കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ വോൾഫ് ആൻഡ് ദ എലിഫൻറ്റ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വോൾഫും എലിഫൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എഴുതാം. വോൾഫ് എന്താവും ചോദിക്കാവുക? ഹായ് ട്രങ്കി എലിഫൻ്റ് അല്ലേ. അപ്പോൾ എലിഫൻ്റ് എന്താ പറയുന്നത്? ഹലോ ഹൗളി പ്രൗളി ദ വോൾഫ്, ഐ ആം എ ന്യൂസ് റിപ്പോർട്ടർ ഫ്രം ജംഗിൾ ടൈംസ്. ഞാൻ ജംഗിൾ ടൈംസിലെ ന്യൂസ് റിപ്പോർട്ടറാണെന്ന് പറയല്ലേ. അപ്പോൾ വോൾഫ് പറയണേ വെൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ വോൾഫ് ചോദിക്കുകയാണ് വെൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്. അപ്പോൾ എലിഫൻ്റ് എന്തായിരിക്കും പറയുക? ക്യാൻ യു ഗിവ് എൻ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ തിങ്സ് ഹാപ്പൻ ഇൻ ദ ക്ലേ ഹട്ട് ഇൻ ദ പ്രീവിയസ് ഡേ. കഴിഞ്ഞ ദിവസം ക്ലേ ഹട്ടിൽ നടന്ന തിങ്സൊക്കെ എന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമല്ലേ. അപ്പോൾ വോൾഫ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഷുവർ, യെസ്റ്റർഡേ ദ ഗ്രംബ്ലി ബെയർ ട്രൈ ടു സ്മാഷ് അവർ ക്ലേ ഹൗട്ട് ബട്ട് ഹട്ട് ഡിഡിൻ ബ്രേക്ക്. എന്താ പറയുന്നത്? തീർച്ചയായും യെസ്റ്റർഡേ എന്താണ്? ഇന്നലെ ദ ഗ്രംബ്ലി ബെയർ എന്ത് ചെയ്തു? ഞങ്ങളുടെ ക്ലേ ഹട്ട് സ്മാഷ് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ദ ഹട്ട് ഡിഡിൻ ബ്രേക്ക്. എന്നാൽ എന്താണ് നടന്നത്? ബട്ട് ദ ഹട്ട് ഡിഡിൻ ബ്രേക്ക്. പക്ഷെ എന്താണ്? ഹട്ട് ബ്രേക്ക് ചെയ്യാൻ, പൊട്ടിക്കാൻ സാധിച്ചില്ല. ഓൺലി ഹിസ് ലെഗ്സ് ടാങ്കിൾഡ് വിത്ത് പെയിൻ. എലിഫൻറ്റ് ചോദിക്കുകയാണ് വൈ കുഡിൻ ദ ബെയർ ബ്രേക്ക് ദ ക്ലേ ഹട്ട്. എന്തുകൊണ്ടാണ് ബെയറിന് ക്ലേ ഹട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നത്? അപ്പോൾ വോൾഫ് പറയുകയാണ് ബിക്കോസ് ദ ക്ലേ ഹട്ട് വാസ് മെയ്ഡ് സ്ട്രോങ് ബൈ ദ ഫ്രണ്ട്സ്. എന്താണ്? ക്ലേ ഹട്ട് ആരാണ്ടാക്കിയിട്ടുള്ളത്? അവൻ്റെ കൂട്ടുകാരാണല്ലേ. ഇറ്റ് മെയ്ഡ് വിത്ത് ലവ്. അതെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? സ്നേഹം കൊണ്ടാണ്. അപ്പോൾ എലിഫൻറ്റ് പറയാണ് താങ്ക് യു. അപ്പം എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക്? ഇതുപോലൊരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.